ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. മന്യനായ ക്രിസ്തോബാച്ചൻ, ഈ ദേവാലയത്തിൽ വികാരിയച്ഛൻ, ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ആത്മീയ സംഘടനകളുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, 45ാമത്തെ കൺവെൻഷന്റെ സമാപന രാത്രിയിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഞാൻ നോട്ടീസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 45 വർഷം കൊണ്ട് ഈ കൺവെൻഷൻ ഇങ്ങനെ മുടങ്ങാതെ നടക്കുവാൻ ദൈവം തമ്പുരാന് ചില മാതാവിന്റെ സാന്നിധ്യത്തിൽ ഭംഗിയായിട്ട് നടക്കുവാൻ തക്കനിടയെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന് വചനഘോഷമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് കൺവെൻഷന്റെ ഒരു അടുക്കും അതിൻ്റെ ഒരു ദൈവികമായ ഒരു അനുഭവം നമുക്ക് നേരിടുവാനായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട്. ഞാൻ പ്രത്യേകം വികാരിയച്ഛന് അഭിനന്ദനം അറിയിക്കുകയാണ്. ഞാൻ ദൂത് വായിക്കുന്നതിന് മുൻപായി ഒന്നിരണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാറുണ്ട് പോകുന്നിടത്തൊക്കെ. ഒന്ന് വേണ്ട, ഒന്ന് നിങ്ങൾ ഇരിക്കുന്ന വളരെ ഭംഗിയായിട്ടാണ് വചനം ഘോഷിക്കപ്പെടുന്നതിന് മുൻപായി എല്ലാവരും വന്ന് കണ്ണൊക്കെ തുറന്നിരിക്കണം. ആരും ഉറങ്ങരുത്. ഉറങ്ങിയ ഒരു വിഷയമുണ്ട്. കറ്റാണത്തെ കുഞ്ഞോളമാമ പണ്ട് ഒരു കൺവെൻഷൻ പോയിരുന്നപ്പോൾ ഇടയ്ക്ക് പ്രസംഗം അച്ഛനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അറിയാതെ അമ്മാമ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തില് ഇന്നത്തെ പോലെ ഫ്രിഡ്ജ് ഒന്നുമില്ല. പണ്ട് ഉറി എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ അടുക്കളയിലൊക്കെ കെട്ടി തൂക്കിയിടുന്നത്. അതിലാണ് പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ. തൈര്, പാല്, മോര് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമ്മച്ചിമാർ വെക്കാറുണ്ട്. ഈ കുഞ്ഞോളമാമ തൈരൊക്കെ റെഡിയാക്കി ഈ ഉടിയെ കയറ്റി വെച്ച് കൺവെൻഷൻ വന്നിട്ട് അന്ന് വൈകിട്ട് പിറ്റേ ദിവസം അത് ഉടച്ച് മോരാക്കി കറിയിട്ട് കൂട്ടാനുള്ള ഉദ്ദേശത്തിലാണ് വന്നിരിക്കുന്നത്. ഈ ഉറക്കത്തിനിടയിൽ അമ്മാമ്മ എന്ത് ചെയ്തറിയാമോ? ഈ അമ്മാമ്മയുടെ അടുക്കളയിലേക്ക് ഒരു പൂച്ച കയറി വരും. വന്നതുമല്ല, ഇവരൊറ്റ ചാടങ്ങളുടെ കയറി. അമ്മാമ്മ ഒട്ടും വിട്ടില്ല കേട്ടോ. ഒറ്റ അടി വെച്ചു കൊടുത്തു. അടി വന്ന് കൊണ്ടതാരെന്നറിയാമോ? അടുത്തുള്ള ജനമാവിടെ തലയ്ക്ക് കെട്ടി വരുന്നത്. അപ്പൊ പിന്നെ അച്ഛന്റെ പ്രസംഗമൊക്കെ 10 മിനിറ്റ് നേരത്തേക്ക് രാജ്യത്വമായി. അപ്പോൾ ക്ഷമിക്കണം, ഞാൻ ഇവിടെ ആണെങ്കിൽ എന്റെ മനസ്സ് അടുക്കളയിൽ ഉയലായിരുന്നു. അങ്ങനെ ഇളയ പുത്രനെ അപ്പന്റെ ഭവനത്തിന് വളരെ വിദൂരത്തിലായിരുന്നെങ്കിലും അവന്റെ മനസ്സ് അപ്പനോട് കൂടെയായിരുന്നു. ദൂരെ ആ വാക്കുന്നെങ്കിലും ശാരീരികമായിട്ട് ദൂരെ. ഞാൻ പാടാം. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാകല്ലേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ, ദൈവവാക്യം കേട്ടു വിട്ടു ശിക്ഷയാവല്ലേ. ദൈവവാക്യമേ നിന്റെ ശക്തി കാട്ടണേ, വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ, വാളുകൊണ്ടു വെട്ടും പോലെ ചങ്കിൽ വെട്ടണേ. ദൈവവാക്യമേ കണ്ണുനീരു നൽകണേ, സത്യകുംഭസാരവാഞ്ച ഇന്നു നൽകണേ, സത്യകുംഭസാരവാഞ്ച ഇന്നു നൽകണേ. ദൈവവാക്യമേ നിന്നെ കേട്ട ശേഷം ഞാൻ നിൻ ശരീരം ഭക്ഷിച്ചെന്നു ധന്യനാകണേ, നിൻ ശരീരം ഭക്ഷിച്ചെന്നു ധന്യനാകണേ. ദൈവവാക്യമേ എന്നെ നവ്യമാക്കണേ. ജീവിതത്തിന് താങ്ങായിരിക്കുന്ന ഡോക്ടർ തോമാച്ചാൻ വീട്ടുണ്ട്. ചേനക്കാരെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. ചേനെ തിരുനാമത്തിൽ ഓർക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് ദൈവത്തിനെ ഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളാണ്. ശബ്ദം ഉണ്ടെങ്കിൽ ഉറക്കെ വായിക്കുന്നത് നല്ലതായിരിക്കാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 തൊട്ട് 21. വേദം ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിച്ചോട്ടെ.
ഇത് ഞാൻ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞാൻ വന്ന ദൂരം നിങ്ങൾക്ക് എനിക്ക് തോന്നി. തുമ്പോൺ ഭദ്രാസനത്തിന്റെ അൽപ്പന ജില്ലയിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ വാക്യം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകിയാൽ സമയത്തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടമില്ലെന്ന് ഗ്രഹിച്ചുകൊള്ളുകയും വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടി കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലാ ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യന് കീഴ്പ്പെട്ടിരിക്കുകയും. 5 തൊട്ട് 5-ാം അധ്യായത്തിൽ 15-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെയാണ് പൗലോസ് ശ്ലീഹ ഒരു ദുഷ്കാലത്തെ കണ്ടുകൊണ്ട് കാലത്തെ മനസ്സിലാക്കിക്കൊണ്ട് എഫേസ്യ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. ഇതില് 5 കാര്യങ്ങളാണ് ഇത് ദുഷ്കാലമാകെ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. അത് ഇന്ന് രാത്രി കമ്പി വാക്യത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വല്ലാത്ത കാലഘട്ടം. നമുക്കറിയാം, ഓരോ വർഷം കഴിയും തോറും വളരെ ബുദ്ധിമുട്ടുകളുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദുഷ്കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പൗലോസ് ശ്ലീഹ ആ ദുഷ്കാലം അറിഞ്ഞുകൊണ്ടാണ് അപ്രകാരം അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ. ഒന്നാമതായി, ആകയാൽ സൂക്ഷ്മത്തോട് ജ്ഞാനികളായിട്ടല്ല അജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുകയും. ആകയാൽ സൂക്ഷ്മത്തോട് അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്ര നടപ്പാൻ നോക്കുകയും എന്നാണ് ആ ഒന്നാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുവാൻ കാരണം, നമ്മുടെ ഭൗതികമായ ലോകത്തിൽ നമ്മുടെ പോക്കും വരവും ജീവിതവും ഒക്കെ കണ്ട് നമ്മളെല്ലാം ജ്ഞാനികളാണ്, അജ്ഞാനികളായുമായിട്ടില്ല എല്ലാ രീതിയിൽ നോക്കുമ്പോൾ. പക്ഷെ നമുക്ക് പറയാൻ അങ്ങനെ പറ്റത്തില്ല. ദൈവവചനത്തിൽ ആരാണ് ജ്ഞാനി എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് ഇന്ന് സന്ധിയിൽ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇടയാകണം. അതിനായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരാണ് ജ്ഞാനി എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമും ഒക്കെ ഇരിക്കുന്നവനാണ് ഞാൻ. വിദ്വാൻമാർ ഇത് കണ്ടു, അവരോടൊന്ന് വിട്ടിറങ്ങി പുറപ്പെട്ടു. നക്ഷത്രം കണ്ടവരെ അവർക്ക് മനസ്സിലായി ഒരു രാജാവ് എവിടെയോ പുറപ്പെട്ടിട്ടുണ്ട്. അവനെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങുന്ന വ്യക്തിയാണ് ജ്ഞാനി എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യപ്രകാരം എഴുതിയിട്ടുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന്. ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാന്റെ ഒരു പടിയാണ്, അത് മറന്നു പോകരുത്. പിതാവായ അബ്രഹാം തന്റെ ജീവിത ഘട്ടത്തിൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അപ്പനായ ജനങ്ങളോടുകൂടെ ചേർന്ന് നിന്ന് താൻ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാണ്. ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ എനിക്കൊരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിനക്കൊരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞു അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് ഇറക്കി പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനിറങ്ങി ഒരു ദോഷവും അബ്രഹാമിനുണ്ടായില്ല. ജീവനില്ലാത്ത ദൈവങ്ങളുടെ മുമ്പിൽ ജീവനുള്ള ഒരു ദൈവത്തെ കണ്ടെത്തിക്കൊണ്ട് അതിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അവനെ വിശ്വാസത്തിന്റെ പിതാവാക്കി തീർത്തു. ഇന്ന് നാം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ചെന്നടിയുന്നത് അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും മടിയിലേക്കാണ്. അത്രത്തോളം ഉത്തരവാദിത്തം കൂടുതൽ അബ്രഹാമിനെ കുറിച്ച് പറയുവാൻ എന്റെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് യഹോവയെ അന്വേഷിക്കുന്നവരാണ് ജ്ഞാനി. വിശുദ്ധാരാധനയ്ക്ക് ഞായറാഴ്ച വിശുദ്ധ ദേവാലയത്തിൽ കടന്നു വരുന്നത് നിങ്ങൾ അവരെ അന്വേഷിക്കുന്നത് കൊണ്ടാണ്. അന്വേഷിപ്പിൻ, നിങ്ങൾക്ക്
കണ്ടെത്തും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആരാധന പോലും മുടക്കുവാനുള്ള വരരുത്. എനിക്ക് നാളെ വിശുദ്ധ ആരാധന ഇവിടെ ഉണ്ട്. വളരെ എനിക്ക് പടമോൾ പള്ളിയിൽ ഒരാഴ്ച പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അവിടെ ചെന്ന ആരാധനയെ സംബന്ധിച്ച് തന്റെ സ്കൂളിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പറഞ്ഞൊരു ഭയങ്കര 5 സ്റ്റാർ ഹോട്ടലിൽ കയറി റൂം ഉണ്ടെന്ന് ഇറങ്ങുന്നവർ ചെന്നില്ലെങ്കിൽ പലരും വിളിക്കും, വേറെ വിളിക്കും. അതാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുക്കുമ്പോഴേ അതിന്റെ സുഖം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ജ്ഞാനി, മറന്നു പോകരുത്. 2, പാതകൾ തെറ്റിയാൽ ശരിയായ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ജ്ഞാനി. പാതകൾ തെറ്റി ഈ വിദ്വാൻമാർക്ക് അവര് നടന്ന് എവിടെ വന്ന് കയറി? ഏകോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് കയറി. കാരണം രാജാവായി പിറക്കുന്നവൻ രാജാവിന്റെ കുടുംബത്തിലായിരിക്കണം. പക്ഷേ വിദ്വാൻമാർക്ക് തെറ്റി. എങ്കിലും അവർ അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ഇറങ്ങി പുറപ്പെട്ടു. നക്ഷത്രം അവർക്ക് വെളിവായി മുമ്പിൽ നിൽക്കുകയാണ്. ദാവീദേ, നീ പാത തെറ്റിയ വ്യക്തിയാണ്. ശൗമേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ 7 മക്കളെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഇശായി പറഞ്ഞു, ഇത് ഇവര് യോഗ്യരാണോ ചോദിക്കുമ്പോൾ ശൗമേൽ പ്രവാചകൻ പറഞ്ഞു, ഇവരാരും ദൈവത്തിന് യോഗ്യരല്ല. ഇനി ഇവർക്ക് മക്കൾ ശിക്ഷിക്കുന്നുവോ എന്ന് ശൗമേൽ ചോദിക്കുമ്പോൾ ഒരാളുണ്ട്. അവൻ എവിടെയാണ്? അവൻ മനാന്തരങ്ങളിൽ ലാഭിനെ വീഴ്ചിരിക്കുകയാണ്. ജോഷുവച്ചൻ പണ്ടൊരിക്കൽ പറഞ്ഞ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ആരെ തെറ്റിക്കൊണ്ട് ദാവീദ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പള്ളിയൊക്കെ ഇട്ട് ഒരു കല്ലേക്ക് ഇങ്ങനെ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് അവൻ ചിന്ത മാറി. കർത്താവേ, എന്റെ ചേട്ടന്മാരും പട്ടാളത്തിലെ ബ്രിഗേഡിയരും കേണലും ക്യാപ്റ്റനും ഒക്കെ ആയിട്ട് സൗലിന്റെ രാജസേനയിലൊക്കെ വലിയൊരു മെമ്പർമാരായിരിക്കുന്നു. എനിക്ക് കുറച്ച് ആട്ടുകുട്ടികളുമായിട്ട് ഞാൻ ഈ വനാന്തരത്തിൽ ഇരിക്കുകയാണല്ലോ. നീ എന്നെ ഒന്ന് ഓർക്കുമെങ്കിൽ, നീ എന്നെ ഒന്ന് അറിയുമെങ്കിൽ ഞാൻ നിന്നെ ഓർക്കാം. ഒന്ന് പ്രാർത്ഥിച്ചുള്ളൂ. സത്യസുമേനി പറയാറുണ്ട്, പണ്ടിപ്പോഴല്ല കേട്ടോ, പണ്ടമ്മച്ചിമാര് ചട്ടയും മുണ്ടൊക്കെ വിളിച്ചത് ആരാധന പ്രഭാതനമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഈ വിളക്കുത്തിരിയുടെ മുമ്പിൽ വന്ന് വെച്ച് ഒരു മുട്ടയും ഒരു പിടി അരിയും കൊണ്ട് വെച്ചേച്ച് ഒരൊറ്റ അടി നെഞ്ചത്. എന്തുവാ? എന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണ് കൂടെ തുറക്കണേ. അത് മതി കേട്ടോ, കൂടെ പ്രാർത്ഥിക്കണ്ട. ആ അടിയില്ല, ഞാൻ ഓർത്തു പോയി. ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഭൗതികമായ അനുഗ്രഹങ്ങളോ ഭൗതികമായ ഉയർച്ചകളോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ തന്നത്. മുട്ടിന്മേൽ ഇന്നും ഞാൻ പോരുമ്പോൾ കണ്ണിനെ വെട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 94 വയസ്സായി. 8-9 സംഗീതം അമ്മ കാണാൻ ചൊല്ലും. ഞാൻ കണ്ട ഇപ്പൊ 1-2 സംഗീതം ഞാൻ ബൈഹാർട്ടാക്കിയിട്ടുണ്ട്. വാർദ്ധക്യം വരുമ്പോ ചൊല്ലാൻ കേട്ടോ, ബുദ്ധി കാണാൻ വരുമല്ലോ. വളരെ സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ സഹോദരൻ, അനിയന്, ചേട്ടന്, എന്റെ ബന്ധുക്കളെ ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ നടുവിൽ എനിക്കും ഇപ്രകാരം നിന്ന് ഘോഷിക്കുവാൻ, എന്റെ മാതൃകടവിൽ ഇപ്രകാരം ഒരു മെസ്സേജ് കൊടുക്കുവാൻ എനിക്ക് തരുന്ന ഈ അവസരത്തെ ഞാൻ എത്രമാത്രം വിലമതിച്ച് മതിയാവും ഓർത്തു പോവുകയാണ്. ദാവീദിനെ അവനെ രാജപദവിയിലേക്ക് ദൈവം ഉയർത്തി. ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ദാവീദ് ഉയർന്നു. അധികാരമായി പട്ടാളമായി എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ബലഹീനനായി പോയി, തെറ്റ് ചെയ്തു. നാഥാൻ പ്രവാചകനെ അവന്റെ മുമ്പിലേക്ക് വിട്ടിട്ട് ആ ദരിദ്രനായ ആട്ടുകുട്ടിയെ പിടിച്ച് ധനവാന് വേണ്ടി കശാപ്പ് ചെയ്ത ആ ദുഷ്ടപ്രവൃത്തി നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ മുന്നിലേക്ക് കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് അങ്ങനെ ചെയ്യുന്നത്? അവനെ എന്റെ കൊട്ടാരത്തിന്റെ പുറത്താക്കും, അവനെ ഞാൻ കൊന്നുകളയും. ദാവീദ് പറയുകയാണ്. നാഥാൻ പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെയാണ്. സകലതും നഗ്നതും മറന്നുമായി കിടക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ, എന്നിരുന്നാലും അവൻ കരഞ്ഞു. ആ നാഥാൻ പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ദാവീദ് കരഞ്ഞു. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. ദാവീദ് സങ്കീർത്തനം 32:5-51 ഇതൊക്കെ എടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം. എന്റെ അകൃത്യം മറച്ചതുമില്ല,
ദാവീദിന്റെ കുടുംബത്തിലാണ് മശീഹ പിറന്നത്. യേശു ജന്മം പ്രാപിച്ചത്. പൗലോസ്ലീഹ തെറ്റിപ്പോയി. ദമസ്കോസിന്റെ വടിവാതിൽക്കൽ വെച്ച് അടിയേറ്റ് താഴെ വീഴുമ്പോൾ ചോദിക്കാൻ, ആരാണ് എന്നെ അടിച്ചത്? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാണ്. നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുവാണ്. ശൗര്യ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. നീ ഇനി എനിക്ക് മാത്രമായി തീരണം. നീ ഇനി എന്റെ വേല ചെയ്യണം. പൗലോസ്ലീഹ അപ്രകാരം ആ ശുശ്രൂഷ വഹിച്ച് ആ ശുശ്രൂഷ ചെയ്ത് ഭംഗിയായി പോകാൻ തങ്ങളുടെ. അപ്പോൾ ആരാണ് ജ്ഞാനി? ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ജ്ഞാനി. 2, പാതകൾ തെറ്റിയാൽ നേരായ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് ജ്ഞാനി. 3, ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും എന്തും സംഭവിച്ചാലും ആ യാത്ര കൊണ്ട് എത്തിക്കുന്നവനാണ് ജ്ഞാനി. ഭാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, രോഗം വന്നോട്ടെ, ഭാരം കയറിക്കോട്ടെ, മറ്റുള്ളവരെ തള്ളിക്കോട്ടെ, വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ പിൻപറ്റുന്നുണ്ട്. നീ ആ യോബിനോട് ചോദിച്ചു നോക്കി. ഭക്തനായ യോബ് പറയും ആ വിഷയം ഒന്ന് ചോദിച്ചു നോക്കി. അദ്ദേഹം വഹിച്ച കഷ്ടപ്പാടുകളോ ഭംഗപ്പാടുകളോ നമ്മൾ ആരും വഹിച്ചിട്ടില്ല. വേദനയുടെ രോഗത്തിന്റെ കഠിന ഭാരങ്ങളുടെ മുമ്പിൽ ഭാര്യ പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾ ആ ദൈവത്തെ തള്ളിപ്പറ. ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ ദൈവം സംസാരിക്കും. വേദപുസ്തകത്തിൽ യോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാം ദൈവം തന്നതാണ്. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ ലോകത്തിൽ പോകുന്നു. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. എന്റെ വീണ്ടെടുപ്പുകാർ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ജീവിക്കും. അന്യന്റെ കണ്ണാലല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടതെല്ലാം ദൈവം എന്ത് ചെയ്തു? ദൈവം മടക്കി കൊടുത്തു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വരട്ടെ പ്രിയപ്പെട്ടവരെ, എന്ത് ഭാരവും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നോട്ട് അവിടെ നിലനിൽക്കുക എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 3 ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എന്തു വന്നാലും ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നവനാണ് ജ്ഞാനി. 4, ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കാണുന്നവനാണ് ജ്ഞാനി. ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുന്നവനാണ് ജ്ഞാനി. ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്ന ഒരു വ്യക്തിയാണ് മാതാവ്. ഞാൻ ഒരിക്കലും മാതാവിനെ സവിശേഷതകളെ കുറിച്ച് ഞാനോട് പല പ്രസംഗിച്ചിട്ടുള്ളത്. ഈ 8 ദിനം വളരെ അനുഗ്രഹമായിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് പ്രതികൂലമല്ല. നമ്മുടെ ദേശത്ത് അനുഗ്രഹമായി തന്നെ ഇത് മുന്നോട്ട് നയിക്കട്ടെ. മാതാവിന് വിലമതിക്കുവാൻ തക്കവണ്ണം ഇടയായതിന്റെ സവിശേഷതകളുണ്ടെങ്കിൽ 1, ദൈവശബ്ദം കേൾക്കുന്നതിന് നല്ല മനസ്സുള്ള വ്യക്തിയായിരുന്നു മാതാവ്. ദൈവശബ്ദം കേൾക്കുന്നതിന് നല്ല മനസ്സുള്ള വ്യക്തിയായിരുന്നു. എവിടെ ദൈവശബ്ദം ഉണ്ടോ അത് കേൾക്കും. ഗബ്രിയേൽ മാതാവിന്റെ അടുത്തേക്ക് വന്ന് 7 കാര്യങ്ങൾ പറഞ്ഞു. 1, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശുവിന്റെ പേര് വിളിക്കണം. അവൻ വലിയവനാകും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിലേക്ക് രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഗബ്രിയേൽ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ മുട്ടുമടങ്ങി മാതാവ്. സമയം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പരിഹാസത്തിന്റെ പുറത്തോട്ട് നോക്കാൻ കഴിയത്തില്ല. ഗബ്രിയേലാണ്, എന്റെ ദൈവത്തിന്റെ ഗബ്രിയേലാണ് എന്നോട് പറയുന്നത്. ശക്തിപ്പെടുത്തി മാതാവിനെ, ശക്തിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. 7 കാര്യം പറഞ്ഞത് അന്ന് പറഞ്ഞതിൽ 4 കാര്യം നടന്നു. അതായത് എന്താ? ഗർഭം ധരിച്ച മകനെ അവന് യേശു എന്ന്, അവൻ വലിയ, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. ഇനിയും നടക്കാൻ പോകുന്ന കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന് സിംഹാസനം അവൻ കൊടുത്തിട്ടില്ല. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്ക് രാജാവായിട്ടില്ല. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഒരു
രാജാവ് നീതിയോടെ വാഴുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു കേട്ടോ. യെശയ്യാ പ്രവാചകനാണ് യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും ഈ രാജാവാകുന്ന ഒക്കെ കാര്യങ്ങൾ പ്രവചിച്ചിട്ടുള്ള വലിയ പ്രവാചകൻ യെശയ്യാവാണ്. അത് നമ്മൾ തിരസ്കരിച്ച് കളയരുത്. എപ്പോഴും നടക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ അമ്മയെ വേണ്ടാത്ത മകനെ മാത്രം മതി. നമുക്കത് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. എത്ര ലളിതമായി, എത്ര ശാന്തതയിൽ, എത്ര പക്വതയിൽ ഇതെല്ലാം വിഷയങ്ങൾ, സ്വന്തം മോന്റെ വിഷയങ്ങൾ മുന്നോട്ട് കടന്നു. എവിടെയെങ്കിലും ഒന്ന് മുന്നോട്ട് വരാനായിട്ട് മാതാവ് തുനിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാം പുറകോട്ട് മാറും. നാലാമത്, ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുന്നവരാണ് ഞാൻ. 5, ദൈവം മുൻപാകെ വീഴുന്നവനാണ് ഞാൻ. വിദ്വാൻമാർ വന്നു യേശുവിനെ കണ്ടു, എന്ത് ചെയ്തു? അവന്റെ മുമ്പിൽ എല്ലാ പുഴക്കാരും മടങ്ങിയേ പറ്റു കേട്ടോ. എല്ലാമായി യേശു പിതാവെന്ന് വിളിച്ചു പറയുന്ന സമയമുണ്ട്. അപ്പൊ പറഞ്ഞില്ല, പിന്നെ നമ്മൾ പറയും. ഒരു വലിയ രാജാവുണ്ട്, നയമാൻ. ആരാ രാജാവിന്റെ സേനാപതി. അവൻ എവിടെ തൊട്ടാലും അവന് ജയമാണ്. അതുകൊണ്ട് രാജാവ് അവനെ മാന്യനും മഹാനുമായി എണ്ണി. പക്ഷേ ഇവനെത്ര മിടുക്കനായാലും പരാക്രമശാലിയായാലും ഇവനെന്തുകൊണ്ട് ഇഷ്ടം കുഷ്ഠരോഗിയാണ്. നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് ചോറ് കഴിച്ചിട്ട് ആദ്യം വന്ന ഭാര്യമാർ കഴിച്ചു. അവരെ ഇപ്പൊ തിരിഞ്ഞാ കേട്ടോ. അവര് ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടത്. ഓട്ടത്താൽ കുഴപ്പമില്ല, സ്നേഹത്തോടാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും. ഈ നയമാന്റെ ഭാര്യ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്തിട്ട് തിരിച്ച് നയമാൻ കൊടുത്താൽ പുള്ളിക്കാരി എന്ത് ചെയ്തില്ല? വാങ്ങിക്കുന്നില്ല. കാരണം കുഷ്ഠരോഗി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ പെൺകുട്ടി ആ വീട്ടിലുണ്ട്. യജമാനത്തോട് പറഞ്ഞു, ഇതൊന്ന് മാറാൻ ചികിത്സിക്കാൻ ഒരു അവസരമുണ്ട്, പോകാം. എവിടാ? ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, പറഞ്ഞു കൊടുത്തു. നയമാനം എത്ര പതിയാണ്, വലിയ ശക്തനാണ്. പക്ഷേ കുഷ്ഠരോഗി. ഇതിൽ പലരുടെ വാർത്ത കേട്ട് ഒരു ദിവസം എന്തെങ്കിലും ചെയ്തു. എലീസ പ്രവാചകനെ കാണാനായിട്ട് പോയി. എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ട് വലിയ ആഘോഷത്തോടെ എലീസ പ്രവാചകന്റെ പാർട്ടിനോടുകൂടി ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ, ചെറിയൊരു മരവും അതിന് ചുറ്റും കുറച്ച് മുള്ളും പാറക്കരയൊക്കെ പിടിച്ചു കിടക്കുകയാണ്. ഒരു പദം ധരിച്ച് ഒരു ഭാവം വിളിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു, അതാണ് ഏകാസ്വരത്തെ ഇറങ്ങി വന്നു. ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. 5-ാമതായി, ദൈവം മുൻപാകെ വീഴുന്നവനാണ് ഞാൻ. 6, നിക്ഷേപ പാത്രങ്ങളെ തുറന്നു. നിക്ഷേപ പാത്രങ്ങളെ തുറക്കുന്നവനാണ് ഞാൻ. പൊന്നെ മോനെ കുന്തിരിക്ക. പൊന്ന് അവന്റെ രാജ്യത്വത്തെ കാണിക്കുന്നു, കുന്തിരിക്ക അവന്റെ പൗരത്വത്തെ കാണിക്കുന്നു, മോന് അവന്റെ പ്രവാചകത്വത്തെ കാണിക്കുന്നു. വെറുതെയല്ല, അത് അവന്റെ മുമ്പിലേക്ക് കൊടുക്കുകയാണ്. ദൈവസന്നിധിയില് നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വര അനുസരിച്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, 10 ലോകത്തെ ദൈവത്തിലുള്ളത് ആരാ? ഏത് പൊന്മനായാലും അപ്രകാരം പഠിപ്പിച്ചു തലമുറകളായി ഒരുമിച്ച് വെച്ചു. ഒന്നും അനുഭവിക്കാൻ പറ്റാതെ അതേ ഉള്ളൂ. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ചെയ്താൽ ഭംഗിയായി കാര്യങ്ങൾ നടക്കും, യാതൊരു സംശയവും. അബ്രഹാം 3 പേര് അബ്രഹാമിന്റെ ഭക്തിയോട് വന്നു. അത് വേദപണ്ഡിതന്മാരും പിതാക്കന്മാരും പറയുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വന്നെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, പോലെ അല്പം ക്ഷീണം തീർത്ത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. സർക്കാർ പ്രിയന് അവർ സാറോട് പറഞ്ഞെങ്കിലും അപ്പം അബ്രഹാം പിതാവിന് അറിയാം ഈ സാറ ഇച്ചിരി പുറകോട്ട. നമ്മുടെ സഭ്യത അന്യാസം ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അബ്രഹാം തന്നെ ചെന്ന് നല്ല തൊഴിക്കുന്ന ഓർമ്മത്തിനെ നല്ലൊരു ആട്ടിൻകുട്ടിയെ പിടിച്ച് കിടങ്ങഴി വെച്ച് 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ച് അപ്പം ഉണ്ടാക്കി ഇവർക്ക് 3 പേർക്കും കൊടുത്ത് തൃപ്തിയായിട്ട് പറഞ്ഞു. ഇടങ്ങഴി വെച്ച് കൊടുത്തപ്പോൾ മിസ്രൈം ദേശത്ത് ഇസ്രായേൽ മക്കളോട് സ്വർഗത്തിലെ ദൈവം ഇടങ്ങഴി മണ്ണ വെച്ച് പറക്കാനാ പറഞ്ഞത്. ഇടങ്ങഴിക്ക് പുറത്തോ കൂടിയോ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവായി.
കൈക്കഴി മതി. ഈ അബ്രഹാം പിതാവ് അന്ന് നാഴിയെ കൊടുത്തുള്ളെങ്കിൽ ഈ ഇസ്രായേൽ ദേശത്തെ ജനത്ത് അന്ന് പാർക്കുന്ന ജനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാഴി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊടുത്താൽ ഒരിക്കലും കുറയത്തില്ല എന്നുള്ളത് മനസ്സിലാക്കണം. വിധവയുടെ 2 വെള്ളിക്കാശ് ഏലിയാ പ്രവചനം അപ്പം കൊടുത്ത വിധവ വേറൊരു വിഷയമാണ് പ്രിയപ്പെട്ടവര്, നിങ്ങളെ വിട്ടുപോകരുത്. അതായത് 1 ഏക്കർ ഭൂമി 20 പേർക്ക് ദാനം ചെയ്തൊരു വൈദികൻ. പേപ്പർ കാണുകയാണ്. 1 ഏക്കർ സ്വന്തം ഭൂമി 20 പേർക്ക് ദാനം ചെയ്തൊരു വൈദികൻ. ഞാൻ വായിക്കട്ടെ. 1 കോടി രൂപ വില മതിക്കുന്ന 1 ഏക്കർ സ്വന്തം ഭൂമി 20 ഭവന രഹിതർക്ക് ദാനം ചെയ്ത ദൈവശ്രേഷ്ഠൻ അപൂർവ മാതൃകയാകുന്ന ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനം മുൻ സെക്രട്ടറിയും അകമ്പാടം പരമണ്ണ സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയുമായ ഫാദർ മാത്യൂസ് വട്ടക്കുന്നലാണ് ആയിരങ്ങളിൽ ഒരുവനായി മാറുന്നത്. 1 കോടി 2016 പേരാണ് കേട്ടോ. അന്ന് ആ സ്ഥലത്തിന് 1 കോടി രൂപയുടെ വിലയുണ്ട് 1 ഏക്കർ സ്ഥലത്തിന്. പക്ഷേ പിന്നെ ഒന്നും സ്ഥലം വായിക്കുന്നില്ല. അദ്ദേഹത്തിന്റെയും കുടുംബങ്ങളുടെയും പേരിൽ വേറെ ഭൂമിയില്ല. ഇദ്ദേഹത്തിന് വേറെ 1 സെന്റ് ഭൂമിയില്ല. കൊച്ചമ്മാവര് ടീച്ചറാണ്, അച്ഛൻ ഈ ശുശ്രൂഷയാണ്. എന്റെ ഉള്ളം പെടലും. ഇതിനെ എനിക്ക് 1 സെന്റ് പോലും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവാത്മാവ് ഉള്ളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നു. ലോക കെട്ടകം പണിഞ്ഞു, പണി പൂർത്തിയായി, തീരാറായി. കുറച്ചുകൂടെ ചെയ്യാനാണ്, പൈസ ഇല്ല. മുന്നിൽ കിടപ്പുണ്ട് 50 സെന്റ് സ്ഥലം കണ്ടു, അതോടെ ഉള്ളൂ. പറഞ്ഞ അത് കേട്ടോ, ഒരു ചെറിയ കഥയാണ് എഴുതിയത്. അപ്പോഴേ അവിടെ ചെന്നപ്പോഴേ നോക വലിയപ്പറ്റം വരുന്ന 2 ആട്ട വീട്ടുകാരൻ പറഞ്ഞു, അടി വീട് പെട്രോൾ പണി ഞാൻ കാശില്ല, കാശിന് വേണ്ടി വരുമായിരിക്കും. അതുപോലെ തന്നെ അപ്പൊ പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം കൂടെ കൊടുത്ത് അതോട് ചേർത്ത് വേണം എന്റെ ഈ പെട്രോൾ പണിയാൻ, പൈസ തീർന്നു. സെന്റിന് എന്തോ സെന്റിന് തരുന്നത് നന്നായിട്ട്. അന്നത്തെ കാലത്ത് നല്ല വില കിട്ടേണ്ടത്. പുള്ളി അതിന്റെ നേർപ്പകുതി പറഞ്ഞു. 2 കൈ നീട്ടി ഇത് ചെയ്തു. നോക്ക അതിങ്ങ് വാങ്ങിച്ചു ആ കാശ്. കാരണം നോക്കറിയാം 2 ദിവസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കാൻ പോവാ? വെള്ളത്താൽ നശിക്കാൻ പോകുന്നത് അത് സംഭവിച്ചു. അതുകൊണ്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കല്ലേ പ്രിയപ്പെട്ടവരെ, കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. എന്റെ വാക്കുകളുടെ മുന്നിലേക്ക് വരട്ടെ. ദൈവം മുൻപാകെ വീഴുന്നവനാണ് ഞാൻ, നിക്ഷേപ പാത്രങ്ങളെ തുറക്കുന്നവനാണ് ഞാൻ. ഒരു ഭാഗത്തിൽ അവസാനിപ്പിക്കാം. വന്ന വഴിയിലൂടെ അല്ലാതെ വേറെ വഴിയെ പോകുന്നവനാണ് ആര്? ജ്ഞാനി. വിദ്വാൻമാർ വന്നു കണ്ടു, ഏതോ പറഞ്ഞിട്ടുണ്ട്. അവനെ കണ്ടിട്ട് എന്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യണം? ഒന്ന് പറയണം. എനിക്കൂടെ പോയി കാണണം. എന്താ കാണാനാ? അവരെ കൊല്ലാനാ. കിട്ടാൻ വന്നപ്പോ അന്ന് വലിയൊരു കൂട്ടത്തോടെ നടന്നു, നമുക്കറിയാം. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. വന്ന വഴികള് പഴയ കൂട്ടുകാർ പോട്ട്, പഴയൊക്കെ പോട്ട്, ഒരു പുതിയ സൃഷ്ടിയായി വിശുദ്ധ കുംഭസാരത്തോട് ദുഷയോട് ദൈവാരാധനയിൽ പങ്കെടുത്ത് ആത്മീയമായി ബലപ്പെടുവാൻ തക്കവണ്ണം തമ്പുരാനെ തീരെ പോലും തണുപ്പിക്കുമാപ്പൻ തൃക്കയ്യ തീർത്തവളല്ലയോ ഞാനും. ചെയ്യരുതത്തു ചെയ്തവളെങ്കിലും നീ എന്നെ തള്ളല്ലേ തമ്പുരാനെ. അവിടെ കരഞ്ഞു, അവിടെ കണ്ണിന് വീണു, അവിടെ തലമുടി കൊണ്ട് തുടച്ചു, അവിടെ നാളത്തെ കാൽ ചുംബിച്ചു. അവൾക്ക് ചെയ്യാമൊക്കെ അവിടെ ചെയ്തവള് അന്നത്തോ ഇരുളായിരുന്ന ജീവിതത്തിലേക്ക് ഇവൻ വലിയ വെളിച്ചം പ്രഹരിക്കുവാനിടയായി.
തെവടി പെണ്ണല്ല ഇന്നവൾ ചാരിത്ര ചാരുമുഖി. ഒറ്റനാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞവൾ മറ്റൊരു ജന്മം ജനിച്ച പോല. യേശുക്രിസ്തു കല്ലറയിൽ അതിരാമലയിലുണ്ട്. അവിടെ കല്ലറയിലേക്ക് കൊടുത്തിരിക്കുകയാണ്. റോമാ ഗവൺമെന്റിന്റെ പട്ടാളമുണ്ട്. അർദ്ധരാത്രി സമയമാണ്. ഒന്നും ചിന്തിക്കാതെ ആ കല്ലറയിലേക്ക് ഓടി, എന്റെ കർത്താവിനെ എവിടെ വെച്ചിരിക്കുന്നു പറക, ഞാൻ അവനെ എടുത്തോണ്ട് പോയിക്കൊള്ളാം. നിറഞ്ഞ സ്നേഹം സകല ഭയത്തെയും പുറത്താക്കും. പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇത്ര വലിയ സ്നേഹം കൊടുക്കുവാൻ ഈ ലോകത്തിൽ ആരും ഉണ്ടായില്ല. അവിടെ കർത്താവിനെ എടുക്കാനായിട്ട് ചിന്തിക്കാം. അവിടെ പ്രത്യക്ഷപ്പെട്ടു. മറിയേ, നീ അന്വേഷിക്കുന്ന യേശു ഞാനാണ്. നീ പോയി എന്റെ ശിഷ്യന്മാരോട് പറയാ, കർത്താവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് ആർക്കാണ്? ഈ മക്കളെന്നെ മറിയിക്കുക. ശിഷ്യന്മാർക്കൊന്നും ശിഷ്യന്മാർ അവർ പോയി പറയാൻ, പ്രിയപ്പെട്ടവരെ, വന്ന വഴിയിലൂടെ വേറെ വഴിയായി പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അവൽക്കാലം നിങ്ങൾക്കിടയാണ്. എന്റെ വിഷയം സന്തോഷം കൊണ്ട് ഞാൻ നിന്നുപോയി. എന്നാലും സമയത്ത് നിർത്തിക്കൊള്ളാം. അപ്പോൾ ആരാണ് ഞാനിന്ന് മനസ്സിലാകാമോ? 7 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 1, ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. 2, പാതകൾ തെറ്റിയാൽ നേരായ പാതകളുടെ വഴിയാൽ യാത്ര ചെയ്യുന്നവരാണ്. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും വന്നാൽ ദൈവലക്ഷ്യം പൂർത്തിയാക്കുന്നവനാണ്. ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കാണുന്നവനാണ്. 5, ദൈവമുൻപാകെ വീഴുന്നവനാണ്. 6, നിക്ഷേപപാത്രങ്ങളെ തുറക്കുന്നവനാണ്. 7, വന്ന വഴിയല്ല മറ്റു വഴിയിലൂടെ പോകുന്നവനാണ്. 2, ഇത് ദുഷ്കാലമാകിയാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്ര നടപ്പാൻ നോക്കുകയും. 2, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പറയുന്നത് അത് നമ്മൾ മറന്നു പോകുന്നു കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒരു സാധനമായത് സമയം. ഇന്ന് പോയി ഇന്ന് കിട്ടത്തില്ല. രോഗിയായി രോഗിയായി അടുത്ത നമ്മുടെ രോഗം ചെയ്യും മാറിയിരിക്കാം. അല്ലെങ്കിൽ കടക്കാരാതെ കടം മാറിയിരിക്കാം. തോൽവിയാണെങ്കിൽ ജയമുണ്ടായിരുന്നിരിക്കും. പക്ഷെ സമയം ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. കർത്താവിന്റെ ക്രൂശിലെ വലത് സൈഡിൽ കിടന്നു, വലത്തൊന്നല്ല ഇടത് കൊടുത്തിട്ടില്ല എങ്കിലും വലത് സൈഡാണ് നമ്മുടെ പ്രതിദാനം ചെയ്യുന്നത്. ആ കളർന്ന് വിളിക്കാൻ നോക്കത്തില്ല കേട്ടോ. ഞാൻ പേടിച്ച പറഞ്ഞോളാം. വേദപുസ്തകത്തിന്റെ എഴുത്ത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹം ക്രൂശ കിടന്നുകൊണ്ട് അവന്റെ പൊന്മുഖത്തേക്ക് നോക്കി, യേശുവേ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞു. അവന്റെ സമയം കറക്റ്റ് അല്ല കേട്ടോ. ഇത് പലരും നമ്മളെ പറഞ്ഞു, നിനക്ക് ആ സമയം കിട്ടുമോ എന്ന് അറിയത്തില്ല. കിട്ടും, നമുക്ക് ആ സമയം ഇനിയും കിട്ടും. എന്നെ പലരും പല രീതിയിലൂടെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അന്നും ഇന്നും പറയും, ഓർത്തഡോക്സുകാരനായി സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ല, എനിക്ക് വേണ്ട. എന്റെ പിതാക്കന്മാരോടുണ്ട്. അവരുടെ പാതകളെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ നീങ്ങുന്നത്. യാതൊരു സംശയമില്ല, സഭ നമുക്കെല്ലാം അനുകൂലമായി തരുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്തൊക്കെ ചെയ്ത് നാം അതൊക്കെ ചെയ്തു തരും. പക്ഷെ നമ്മൾ ശരിയായില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. നമ്മൾ ശരിയാവണം. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. നിലവിളിക്കുക. ശിഷ്യന്മാരുടെ ബഹളം. ആരോ എന്നെ വിളിച്ചു. ഇത്രയും നടന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരാളെന്നെ വിളിച്ചു. വേറൊരു മനുഷ്യനുണ്ട്, നമുക്കറിയാം, ശക്കായിയാണ് പേര്. ഇഷ്ടന് വില്ലേജ് ഓഫീസറാണ്. ഇന്നത്തെ വില്ലേജ് ഓഫീസർമാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ചെയ്യുന്നവരോട് ഇത് ഞാൻ പറയുന്നു. 2 സെക്കൻഡ് വാരിക്കൂട്ടാനുണ്ട്, നീതിക്ക് പോകുന്നവരുമുണ്ട്. ഇയാൾ ഇച്ചിരി വാരി കൂട്ടിയ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഇച്ചിരി കൂട്ടി. പക്ഷെ കൂട്ടിയതല്ലാതെ ഇയാൾക്ക് സന്തോഷമില്ല. ഭാവിയായി രക്ഷയില്ലാത്തവരെ
അച്ഛനെ കാണുമെന്ന് അമ്മ നോക്കുമ്പോഴേ അത്തി ഇരിക്കുന്നു. അത്തിയെ പിടിച്ച് എന്ത് ചെയ്തു? കയറി നല്ല ഒരു സ്ഥലത്തിരിക്കും. അപ്പൊ പുള്ളിയുടെ ഉള്ളിൽ ആഗ്രഹം വന്നു, ഇരുന്നാ മതി, എനിക്ക് യേശുവിനെ. പക്ഷെ അവൻ എന്നെ എന്ത് ചെയ്തത്? ഇതാണ് ചിലരുടെ അത് ചിലർ ഇങ്ങനെ കുറെ പോയിരിക്കുന്നു, മുമ്പോട്ട് വരുന്നില്ല. കർത്താവ് ഭൂമിയായ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചു വരാൻ പറഞ്ഞു. അത് പാവത്തിന്റെ കൂനുണ്ടായിട്ട് അതൊന്നും വരാൻ കേട്ടോ. അവനെല്ലാവരും അറിയുന്ന കേട്ടോ. കഴിയുന്നത് കൺവെൻഷൻ വരുമ്പോൾ മുമ്പ് തന്നെ വന്നിരിക്കണം. ശ്രമിച്ചില്ല. അച്ഛനത് വളരെ പ്രാക്ടീസ് ചെയ്ത് സന്തോഷമുള്ളൂ. ഇവൻ സമയം കർത്താവ് വന്നു. ഇതിൽ നടന്നു വരുന്നുണ്ടോ ഇതിന്റെ പൊങ്ങിയിരുന്നേച്ച് യേശു ക്രിസ്തു അവിടെ വന്നിട്ട് മേൽപ്പെടും ചെയ്തു. ഞാനായിരുന്നു പുറത്തുനിന്ന് താഴെ വീണത്. ചർച്ചയിൽ കാണാൻ പ്രതീക്ഷിച്ചില്ലേ? ചക്കായെ ഞാൻ കണ്ടട. നിന്റെ അമ്മയുടെ ഉള്ളിൽ നീ പിണ്ടാകാരമായിരുന്നപ്പോഴേ നിന്റെ കണ്ണ് ഞാൻ കണ്ടതാ. അവന്റെ പുസ്തകം നല്ലത് ഇറങ്ങിയോ? ഓ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇറങ്ങി. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ ഞാൻ പ്രതീക്ഷിച്ചു പോലില്ല. വീട്ടിലോട് ചെന്ന് കയറി, നീയും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷവന്നു. സഭ നമ്മുടെ വീട്ടിലെല്ലാം ഈ ചക്കയെ വിളിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ മുത്തമ്മന്റെ വീട് മുതാശിയായിരുന്നു. അക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളണം 12 സംവത്സര രക്തസ്രവമുള്ള ഒരു സ്ത്രീ. അവക്കറിയാം അവിടെ രോഗം. യേശുവിനെ തൊടണ്ടെങ്കിൽ അത് പറ്റത്തില്ലേ? നമ്മൾക്ക് തൊടണമെന്ന കാര്യം വിചാരിക്കുന്നത് പറ്റാതെ നിന്നപ്പോൾ അവന്റെ തൊങ്ങലെ എന്ത് ചെയ്തു? തൊട്ടു. തർക്കത്തിൽ ഉപയോഗിക്കണം കേട്ടോ. ഞായറാഴ്ച ദിവസം ആരാധനകൾ വീട്ടിലിരിക്കരുത്, മറ്റു കാര്യങ്ങൾ പോരുത്, സീരിയലിന്റെ പുറകിലൊന്നും പോകരുത്. പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞാൽ കേട്ടോ. എസ്തറിന്റെ പുസ്തകം 4:14 ഈ സമയം നീ മിണ്ടാതിരുന്നാൽ നീ നിന്റെ പ്രതിഭവനം നശിച്ചു പോകും, യഹൂദന്മാർക്ക് ഉദ്ധാരണ രക്ഷയും ഉണ്ടാകും. ഈ സമയം മിണ്ടാതിരുന്നാൽ, നീ ഉപയോഗിക്കാതിരുന്നാൽ നീ നശിച്ചു പോകുമെന്ന് നിർവചനത്തിൽ കാണിക്കും. വരാൻ പാടില്ല. 2 ഇത് ദുഷ്കാലമായ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3 ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളണം. ഇത് ദുഷ്കാലമാകിയാൽ മൂന്നാമത് മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളണം. കർത്താവിന്റെ ഇഷ്ടം എന്താണ്? 1:10 പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധരൊത്തവണ്ണം അനുസരണമുള്ള മക്കളായ എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധരാകുന്നത് കൊണ്ട് നിങ്ങളും. ഇസ്രായേൽ മക്കളെ വിശുദ്ധിയിൽ നടത്താനാണ് ദൈവം 10 കൽപ്പന കൊടുത്തത്. അവർ പലരും പട്ടുപോയി. ഇതാ ഞാൻ വേഗം വരുന്നു, അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ അവന്റെ പക്കലുണ്ട്. മനസ്സുണ്ടെങ്കിൽ കണ്ടാൽ അനീതി ചെയ്യുന്നത് അനീതി ചെയ്തു, അഴുക്കാടുന്നത് അഴുക്കാടും. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിച്ചോട്ട് ഇതാ ഞാൻ വേഗം വരുന്നു. അവൻ വീണ്ടും വരും. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് തന്റെ പ്രാണന് വില വെച്ച് വീശിക്കൊണ്ടിരിക്കുമ്പോൾ മരിച്ചെന്ന് കഴുകി കഴുകന്മാർ വട്ടമിട്ടടിച്ച് പറക്കുമ്പോൾ സ്വർഗത്തിലെ ദർശനം കൊടുത്ത് തന്റെ ഭക്തനെ ശക്തിയോട് നിർത്തി വെളിപാട് പുസ്തകം കംപ്ലീറ്റ് എഴുതുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തന്റെ മകനെ ഇടയാക്കി. അവസാനിപ്പിക്കട്ടെ. 4 ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇതെന്ന് ഗ്രഹിച്ചുകൊള്ളണം. 4 ഇത് ദുഷ്കാലമാകിയാൽ മദ്യം കൊണ്ടല്ല പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നവരായി തീരണം. ഞാൻ ഇന്ന് ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ തുണിക്കടകളും മറ്റുള്ള കടകളും എല്ലാം 1-2 മദ്യശാലയുടെ മുന്നിലൂടെ വന്നപ്പോ എന്തോ ക്യൂവ. നേരത്തെയൊക്കെ ഇതിന് മേടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, മേടിച്ച് ഉടനെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കാണാതാറുള്ളത്. ഇന്നിപ്പോ ഞാൻ നോക്കിയപ്പോ പിടിച്ച് കോളലിട്ട കാര്യമൊക്കെ പറഞ്ഞ് പബ്ലിക് കൊണ്ടുപോയി. ഈ വർഷത്തേത് കൊല്ലക്കാരായിട്ട് കൊണ്ടുപോയി സർപ്രൈസ്. മറ്റു ചാരപ്പൊടിക്കാരായിരുന്നു. ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ നമുക്കിടയായി. ഉൾപ്പെടെ കഴിഞ്ഞ വകയുന്ന ഭാഗത്തിൽ ഉൾപ്പെടെ ചിന്തിച്ചു നോക്കും. മനസ്സിലാക്കണം.
സ്പിരിറ്റുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ആൽക്കഹോൾ സ്പിരിറ്റ്, അതാണ് മദ്യത്തിന്. 2 ഈവിൾ സ്പിരിറ്റ്, സാത്താന്യ ശക്തിയുടെ. 3 ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇത് രണ്ടിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ മാത്രമേ സാധ്യമാക്കുകയുള്ളൂ. അത് നമുക്ക് ശക്തിയുക്തമായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. പുസ്തകത്തില് മദ്യപാനത്തെ കുറിച്ച് ഒത്തിരി എടുത്ത്